അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇനേബിൾ ചെയ്തിട്ടുള്ള നമ്മുടെ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇനേബിൾ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ നോക്കാം, അതായത് ഓഫ് ചെയ്തിടാൻ നോക്കാം. ആദ്യമായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മുടെ താഴെയുള്ള ഈ റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ എത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ടോപ്പിൽ ഒരു 3 ലൈൻസ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് യുവർ അക്കൗണ്ട് എന്നുള്ള ഏരിയക്ക് താഴെയായിട്ട് അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ പേജിൽ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൃത്യമായിട്ട് ജസ്റ്റ് അതിലൊരു ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു ഏരിയയിലായിട്ട് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ ഫസ്റ്റ് SMS ഓർ വാട്സപ്പ് എന്നുള്ള സാധനത്തിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഏരിയയിൽ ഇവിടെ ജസ്റ്റ് ഇനേബിൾ ആയിട്ട് കിടക്കുന്നത് കാണാം. ഞാൻ ഓൾറെഡി ഇവിടെ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ ഇനേബിൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ ടേൺ ഓഫ് ആക്കാനുള്ള ഒരു മെസ്സേജ് നമുക്കിവിടെ വന്നതായിട്ട് കാണാം. ജസ്റ്റ് ഞാനിവിടെ ടേൺ ഓഫ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആവുന്നതാണ്. ഇത്രയും ചെയ്യുന്നതോടെ നമ്മുടെ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ ഡിസേബിൾ ആവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.